ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് അമൃതം പൊടി വെച്ച് നല്ലൊരു കേക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള അമൃതം പൊടി എടുത്തിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് അളവിലാണ് അമൃതം പൊടി എടുത്തിട്ടുള്ളത്. അത് അരിപ്പയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇതിൽ ചെറിയ കട്ടയും തരികളൊക്കെ ഉണ്ട്, അപ്പോൾ അത് ഈ അരിച്ചെടുക്കുന്ന സമയത്ത് അങ്ങ് മാറിക്കിട്ടും. പിന്നെ മിക്സിയുടെ ജാറിൽ ഒരു 1/4 ഗ്ലാസ് പഞ്ചസാര ഇട്ട് നമുക്ക് നന്നായി പൊടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ഗ്രാമ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു തുള്ളി വാനില എസൻസും കൂടി എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പിന്നെ 1/4 ഗ്ലാസ് അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അമൃതം പൊടി കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്, കട്ട കെട്ടി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആ ടൈമിൽ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പാൽ കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. പാൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. കേക്കിൻ്റെ ബാറ്റർ അധികം കട്ടിയായി പോകാൻ പാടില്ല. നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ കോരി നോക്കുമ്പോൾ ഇതുപോലെ മെല്ലെ താഴത്തേക്ക് വരുന്ന വിധത്തിൽ. അതാണ് അതിൻ്റെ യഥാർത്ഥ പരിപാടി. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിൽ കുറച്ച് മൈദപ്പൊടി എടുത്ത് എല്ലാ ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ച് മുകൾ ഭാഗം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിലുള്ള എയർ ബബിൾസ് എല്ലാം പോയി കിട്ടും. പിന്നെ ഒന്നുകൂടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാ ഭാഗത്തേക്കും അത് ഇട്ട് കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാനായിട്ട് ഒരു കുക്കറിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കാം. കുക്കർ ഞാനൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു ട്രേ വെച്ചതിന് ശേഷം നമ്മൾ ബാറ്റർ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. കുക്കറിൻ്റെ വിസിലിടാതെ ഞാൻ ഒരു അരമണിക്കൂർ ഒരു മീഡിയം ഫ്ലെയിമിൽ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അത് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊള്ളിയോ വെച്ച് കുത്തി നോക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കിട്ടും. അതാണ് ഇതിൻ്റെ കേക്ക് കൃത്യമായിട്ട് വെന്ത് എന്നുള്ളതിന് മനസ്സിലാവുന്നത്. നോക്കിയേ, അടിഭാഗമൊന്നും കരിയാതെ നല്ല റെഡിയായി കിട്ടിയിട്ട് നമ്മളെ കേക്ക്. നല്ല സ്മെല്ലും ഉണ്ട്, ഒന്നും കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ അമൃതം പൊടിയുടെ കേക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കില്ലല്ലോ.